ഹലോ ഗൈസ്, വെൽക്കം ടു ചാനൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് ലെസ്റ്ററിലല്ല. ലെസ്റ്ററിൽ നിന്ന് ഏകദേശം ഒരു 4 hours ട്രാവലായിട്ടുള്ള ഒരു സ്ഥലമായ മിഡിൽസ് ബ്രോയിലാണ്. എൻ്റെ ഒരു സിസ്റ്ററും ഒരു കസിൻ ചേട്ടനൊക്കെ ഇവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവരൊക്കെ ഈ ഹോളിഡേ ടൈം വീക്കെൻഡിന് ഞാൻ ഇവിടെ വന്ന് കാണും. ഇപ്പോൾ 4 hours ട്രാവലുണ്ട് ഫ്രം ലെസ്റ്റർ ടു മിഡിൽസ് ബ്രോ. അപ്പോൾ ഞാനിവിടെ നിൽക്കുന്ന മിഡിൽസ് ബ്രോയിലെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ കൂടുതലും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ്. കൂടുതലും ആൾക്കാർ വീക്കെൻഡ്സിലായാലും കുട്ടികളായിട്ട് കൂടുതൽ വരുന്നൊരു സ്ഥലമാണ് നമ്മളുടെ ആൽബർട്ട് പാർക്ക് കേട്ടോ. ഞാൻ എൻ്റെ തൊട്ട് പുറകെ കാണുന്നതാണ് ആ പാർക്കിൻ്റെ എൻട്രൻസ്. അതിന് തൊട്ട് ചേർന്ന് തന്നെ നമുക്കൊരു മ്യൂസിയം ഉണ്ട്. കയറുന്നതിന് ചെറിയ ക്യാഷൊക്കെ ഉണ്ട്. ബട്ട് ഇത് നമുക്ക് ഫ്രീ എൻട്രിയാണ് നമുക്കിത് നൽകിയിരിക്കുന്നത്. പാർക്കിൻ്റെ എൻട്രൻസ് വന്നിട്ട് തന്നെ ഈ കാണുന്നതാണ് കേട്ടോ. അതിൽ നമുക്കൊരു ക്ലോക്ക് ടവർ പോലെ ഒരു സ്ട്രക്ചർ കാണാം. ഒരു വലിയൊരു എൻട്രൻസ് പോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അകത്തോട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങളാണ്. ഇതാണ് ആൽബർട്ട് പാർക്കിൻ്റെ ഒരു ലേ ഔട്ട്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിൽ ഒരു വലിയൊരു ഏരിയയാണ്, ഫുള്ളും കവർ ചെയ്യാം. ഇതാണ് എൻട്രൻസ്, നമ്മൾ നിൽക്കുന്ന എൻട്രൻസ് ഇത്. അതിന് ശേഷം ആ ഒരു ഗ്രൗണ്ട് പൊസിഷൻ ഇതുകൊണ്ട് ആ കാണുന്നതാണ് ഗ്രൗണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഈ ഒരു സൈഡിലാണ് ഒരു ലേക്ക് പോലെ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുണ്ട്. ആ ലേക്ക് വന്നിട്ട് ഇവിടെ ഉള്ളതൊക്കെ നല്ല ഫൗണ്ടൻ ഉണ്ട്, പബ്ലിക് ടോയ്ലറ്റ്, ജൂനിയർ പ്ലേ ഏരിയ, വൈൽഡ് ഫ്ലവർ, അങ്ങനെ കുറേ മെയിൻ ഇവൻറ്റ്സ് ഫീൽഡ്. എനിക്ക് തോന്നുന്നു അത് ഇതായിരിക്കും കേട്ടോ. ഈ 7th വൺ വന്നിട്ട് വിസിറ്റേഴ്സ് സെൻ്ററാണ് കേട്ടോ. കഫേ ഒക്കെ ഉള്ളതാണ് ഈ ഇത്. ഓക്കെ, ഇനി വേഗം നമുക്ക് നോക്കാം. ഫുൾ ഏരിയ ഉണ്ട്. നമുക്ക് ഇങ്ങനെ കറങ്ങി 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 കുറേ ഏരിയ കവർ ചെയ്യാനുണ്ട്. ഇവിടെയാണ് കുറേ ഈ സ്വാനൊക്കെ ഉള്ളത് ഇതിൻ്റെ അകത്താണ് കേട്ടോ. ഓപ്പണിംഗ് ടൈം വന്നിരിക്കുന്നത് 7:30 AM ഡെയിലിയാണ്. പിന്നെ പാർക്ക് ഗേറ്റ് വിൽ ക്ലോസ് ഫ്രം 5:30 PM. വിസിറ്റർ സെൻറ്റേഴ്സ് 9 AM till 4 PM. ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതേക്കുറിച്ച് അതിൻ്റെയൊക്കെ ഇൻട്രഡക്ഷൻ ആയിരിക്കും, എന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ചുള്ള മെയിൻ കാര്യങ്ങൾ. പിന്നെ ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഓരോരോ സാധനങ്ങൾ ഇവിടെ കൺസ്ട്രക്ട് ചെയ്ത് വന്നതിൻ്റെയൊക്കെ ഇയർ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നമുക്ക് എന്തായാലും നമുക്ക് നേരെ അതിനകത്ത് കയറിയേക്കാം. ഇത് വർക്കിംഗ് അല്ല കേട്ടോ. ഈ ഒരു ക്ലോക്ക് ടവർ ഇപ്പം കറക്റ്റ് ടൈമല്ല കാണിക്കുന്നത്. ഇപ്പം ആക്ച്വലി ഒരു 7:20 ആയ സമയത്തൊക്കെ ഇത് ഡെത്ത് ആയതാണ് കേട്ടോ. ഇതിപ്പോഴും വർക്കിംഗ് ഒന്നും അല്ല കേട്ടോ ഈ സാധനം. പക്ഷേ എനിവേ കൊള്ളാം. സൈക്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള റാമ്പൊക്കെ ഉണ്ട്. ഇവിടെ കൂടെ സൈക്ലിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് നോ പ്രോബ്ലം. ഈ വിൻ്റർ ടൈം ആയതുകൊണ്ട് ഇപ്പം ഈ ഇലകളൊന്നും നമ്മളെ ഈ മരത്തിലൊന്നും കാണത്തില്ല കേട്ടോ. പിന്നെ ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, എവിടോട്ടൊക്കെയാണ് പോവേണ്ടതെന്നുള്ള ഡയറക്ഷൻ. അങ്ങനെ എല്ലാം ഇവിടെ കൊടുത്തു വെച്ചിട്ടുണ്ട്. കുറേ വഴിയുണ്ട്, അങ്ങോട്ടൊക്കെ നമ്മൾ പോകുന്നുണ്ട്. നമ്മൾ ആദ്യം പോകുന്നത് വെച്ചാൽ ആ ഫൗണ്ടനാണ് കാണാൻ പോകുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ കൂടുതൽ അഴയന്നം ഒക്കെയാണ്. നമ്മളെ സ്വാൻ ഒക്കെ കൂടുതലും കുളത്തിലൊക്കെ കാണാൻ പറ്റും. അതൊക്കെ എനിക്ക് തോന്നുന്നു ആ ഒരു ഏരിയയിലായിരിക്കും വരുന്നത് കേട്ടോ. സൈഡിൽ ഒരു ചെറിയൊരു ഫൗണ്ടൻ കാണാം. സെൻറ്റർ ആണെന്നാണ് തോന്നുന്നത് ഈ പാർക്കിൻ്റെ ഒരു കംപ്ലീറ്റ് സെൻറ്റർ. ഇപ്പം വെള്ളമൊന്നും ഇല്ല കേട്ടോ ഫൗണ്ടൻ. ഇത് ഇപ്പം വർക്കിംഗ് കണ്ടീഷനല്ല, വെള്ളമൊക്കെ പോയി വളരെ പഴയതാണെന്ന് തോന്നുന്നു. വെള്ളമൊന്നുമില്ല. ഒരു ഫ്രെയിമിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ട്? നല്ല രസമല്ലേ ഫ്രെയിം കാണാൻ. ഒരു ഫോട്ടോഷൂട്ടിനൊക്കെ ഒരു ബെസ്റ്റ് ഏരിയയാണ്. ഇതുകൊണ്ട് ആ ഉള്ളിലോട്ട് കയറി ആ സെൻറ്റർ പൊസിഷനിൽ നിന്ന് ഒരു DSLR കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടൊരു ഫോട്ടോ എടുക്കണം കേട്ടോ. ഇത് ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മളെ ചിൽഡ്രൻസിൻ്റെ പാർക്ക് ഏരിയ. അവിടെ എല്ലാ ടൈപ്പ് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും നമുക്ക് ആ സൈഡിൽ കാണാം. ഞാൻ നോക്കുന്നത് ഈ മറ്റേ അതെവിടെ നിന്നാണ് എനിക്ക് തോന്നുന്നു അതാണെന്ന് തോന്നുന്നു. ആ സൈഡിലായിരിക്കും എന്നാണ് തോന്നുന്നത്. ഞാൻ നമ്മളെ ഫൗണ്ടൻ, ഞാൻ ആ ഒരു ഡയറക്ഷൻ ഞാൻ അധികം ശ്രദ്ധിച്ചില്ല കേട്ടോ. നമ്മൾ ആ സൈഡിൽ കണ്ടപ്പോൾ ഞാൻ അധികം അത് നോട്ടീസ് ചെയ്തില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു സൈഡിലായിരിക്കും തോന്നുന്നത്. കണ്ട് ഇതെല്ലാം ഈ ഒരു വിൻ്റർ ടൈം കഴിഞ്ഞ് ഒരു സമ്മറൊക്കെ ആകുമ്പോൾ നല്ലതായിട്ട് ഇല ഇങ്ങനെ മൂടും കേട്ടോ. കഫേ ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് അതാണ് ആ കഫേ കേട്ടോ. അപ്പോൾ കഫേയുടെ ചേർന്നതോ കാണുന്നതാണ് നമ്മളുടെ ആ ഒരു ലേക്ക്. അവിടെയാണ് നമ്മൾ അരയന്നമൊക്കെ കിടക്കാൻ തോന്നുന്നു. ആ പറന്ന് പോകണമെന്ന് അരയനൊന്നും അല്ല കേട്ടോ, അത് വാട്ടർ പൊടിയാണ്. ഇവിടെ ഈ കയാക്കിങ് ഉണ്ടോയെന്ന് അറിഞ്ഞൂടോ കേട്ടോ. പക്ഷേ അതുകൊണ്ട് അരയന്നമില്ല ഇവിടെ. പിന്നെ ഇത് സ്കേറ്റിംഗ് ഏരിയയാണ് കേട്ടോ. സ്കേറ്റിംഗ് ഫീൽഡാണ്. എന്ന് വെച്ചാൽ നമ്മളെ റോളർ സ്കേറ്റിംഗ്
ഇത് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. റോളർ സ്കേറ്റിംഗ് ചെയ്യാം, ബോർഡ് സ്കേറ്റിംഗ് പറ്റുമെന്ന് അറിഞ്ഞൂടാ. റോളർ സ്കേറ്റിംഗ് അതെല്ലാം ഒന്നും തന്നെയല്ല. സ്കേറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഗ്രൗണ്ടാണ് അതുകൊണ്ട് ഈ കാണുന്നത്. ഈ ഫ്ലവേഴ്സൊക്കെ ഉണ്ടല്ലോ, ഇത് അങ്ങ് ചുറ്റും ഇങ്ങനെ നിൽക്കുന്ന, ഇത് ആരും ഇവിടെ വെച്ച് പിടിപ്പിക്കുന്നതല്ല കേട്ടോ. ഇത് ഓട്ടോമാറ്റിക്കലി ഇവിടെ നിന്ന് തന്നെ മുളച്ച് വരുന്നതാണ് കേട്ടോ. ഇതിങ്ങനെ ഈ ടൈമായിട്ടാണ് കൂടുതൽ ഇല്ലാതെ. ഈ ഒരു സമ്മർ സീസണൊക്കെ കാണുന്ന സമയത്ത് നല്ലതായിട്ട് ഈ പച്ചയുടെ ഇടയിൽ മൊത്തം അങ്ങോട്ടേക്ക് വന്നുകൊണ്ട് നിൽക്കുന്നുണ്ടോ. ആ ഗ്രീൻ്റെ ആ ചെടിയുടെ ഇലകളാണെന്നുകൊണ്ട് അങ്ങനെ പൊങ്ങി വരുന്നത് ഓരോ സൈഡിൽ. വാർണിംഗ് ആണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. നോ ഫോർ സേഫ്റ്റി റീസൺ, നോ സ്വിമ്മിങ്, നോ ഫിഷിംഗ് ഓൺ ദിസ് ലേക്ക് സൈഡ് ഓഫ് ദി ലേക്ക്, ഡു നോട്ട് ക്ലൈം ദി ഫെഞ്ചസ്. കാരണം സ്വിമ്മിങ് പറ്റത്തില്ല, അതേപോലെ ഫിഷിങ്ങും മറ്റു കാര്യങ്ങളൊന്നും പറ്റത്തില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ്ട് ഇവിടെ ഫീഡിങ് ഒക്കെ ചെയ്യുന്നതുണ്ടോ. നമുക്ക് ഈ ഡക്സിനെ ഇവിടെ ഫീഡ് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് ഇവിടെ അരയന്ന ഒന്നും കണ്ടില്ല. അരയനൊക്കെ ഒന്നുണ്ട് ആ സൈഡിലാണ്. അങ്ങോട്ട് പോകാൻ കേട്ടോ. നമുക്ക് ഫീഡിങ്ങിനൊക്കെ ഓപ്ഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ബ്രെഡ് സ്ലൈസൊക്കെ കൊടുക്കാം. അതുകൊണ്ട് കണ്ട ഒരു അരയന്ന അടുത്തൊരു ക്ലോസപ്പ് ഫുഡ് തപ്പേനാണ് അടിയിൽ. ബാക്കി മൂന്നെണ്ണം കണ്ടുള്ളൂ. ബാക്കി രണ്ടെണ്ണം പൊക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഒരെണ്ണം മാത്രമാണ് അടുത്ത് കിട്ടിയത്. പിന്നെ കുറേ താറാവ്. ഇവിടെ ഈ ഡക്സാണ് കൂടുതലുള്ള. പിന്നെ അതുകൊണ്ട് നമ്മുടെ പ്രാവുകൾ, ഡക്സാണ് ഇവിടെ മെജോറിറ്റി. അപ്പം ഇങ്ങനെ ആകാരം തപ്പി ഇതിൻ്റെ അകത്ത് ഇതുവരെ ഞാൻ മീനിനെ ഒന്നും കണ്ടില്ല കേട്ടോ. എന്ത് മീനാണോ, മീനൊന്നും ഇതിനകത്ത് കാണുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇതെല്ലാം പിടിച്ച് തിന്ന് കാണും. അപ്പോൾ ഇതാണ് നമ്മളുടെ വലിയ ഒഴിവുള്ള പാർക്ക്. ഇതാണ് കേട്ടോ. അപ്പം എന്തായാലും ഈ വീഡിയോ ഇത്രയോടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ഇൻസ്റ്റാഗ്രാം വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കേട്ടോ. ഞാൻ പെട്ടെന്ന് നിർത്തേണ്ട കാരണം വേറെ ഒന്നുമില്ല, ഗോപ്രോയിൽ ചാർജ് ഇല്ല കേട്ടോ. ഇതിപ്പോൾ രണ്ടാമത്തെ തവണ വാർണിംഗ് തരെയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അധികം ചാർജ് ചെയ്യാതെ നമ്മൾ ഇറങ്ങിയത് കേട്ടോ. തൊട്ട് പുറകെ അടുത്ത വീഡിയോ വരുന്നുണ്ട് കേട്ടോ. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ കേട്ടോ.